എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വിദേശ നയങ്ങളെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിലെ വിദേശ നയങ്ങളെക്കുറിച്ച്. ആദ്യം നമ്മൾ നോക്കുന്നത് ചേരിചേരാ നയം. എന്താണ് ചേരിചേരാ നയം? രണ്ടാം ലോക മഹായുദ്ധാനന്തരം ശീതസമരത്തിൻ്റെ ഭാഗമായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളെ മുതലാളിത്ത രാജ്യങ്ങളെന്നും സോവിയറ്റ് യൂണിയൻ്റെ റഷ്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെന്നും രണ്ടായി തിരിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഇരുചേരിയിലും ഉൾപ്പെടാതെ പുതിയൊരു വിദേശ നയം ആവിഷ്കരിച്ചതാണ് ചേരിചേരാ നയം, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. അതായത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ശീതസമരത്തിൻ്റെ ഭാഗമായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളെ മുതലാളിത്ത രാജ്യങ്ങളെന്നും റഷ്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെന്നും രണ്ടായി തിരിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഇരുചേരിയിലും ഉൾപ്പെടാതെ പുതിയൊരു വിദേശ നയം ആവിഷ്കരിച്ചതാണ് ചേരിചേരാ നയം എന്ന് പറയുന്നത്. ആഫ്രോ ഏഷ്യൻ ഐക്യത്തിനായി ജവഹർലാൽ നെഹ്റു നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട പ്രസ്ഥാനം ചേരിചേരാ പ്രസ്ഥാനം. ഇന്ത്യയുടെ ചേരിചേരാ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി ഉപയോഗിച്ചത് VK കൃഷ്ണമേനോൻ 1953. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഭരണാധികാരികൾ ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്ത്, മാർഷൽ ടിറ്റോ യൂഗോസ്ലാവിയ, സുകാർണോ ഇന്തോനേഷ്യ, ക്വാമി എൻക്രൂമ ഘാന. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1955 ബാദൂങ് സമ്മേളനം, ഇന്തോനേഷ്യ. ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ സമ്മേളനമായി കണക്കാക്കുന്നത് 1955 ബാദൂങ് സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയ സമ്മേളനം 1956 ബ്രിയോൺ സമ്മേളനം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം 1961 ബെൽഗ്രേഡ്, സെർബിയ. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 25. കോമൺവെൽത്തിൻ്റെ സ്ഥാപകൻ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹരോൾഡ് വിൽസൺ വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. ഡച്ച് കൊളോണിയൽ ഭരണത്തിനെതിരെ ഇന്തോനേഷ്യയിലെ ജനങ്ങൾ നടത്തുന്ന സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ ചേർന്ന അന്തർദേശീയ സമ്മേളനം ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് 1949. ഇന്ന് നമ്മൾ നോക്കിയത് ചേരിചേരാ നയത്തെക്കുറിച്ചിട്ടാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.